ശ്രീജിത്ത് വിജയൻ എന്ന് പറഞ്ഞൊരു പുതിയ ഡയറക്ടർ. പിന്നെ ഒരുപാട് പുതിയ ഡയറക്ടേഴ്സിൻ്റെ ഒത്തിരി പടങ്ങളിൽ ആദ്യ സിനിമകളിൽ പാട്ടെഴുതാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ശ്രീജിത്തിൻ്റെ ആദ്യത്തെ സിനിമയാണ് കുട്ടനാടൻ മാർപ്പാപ്പ. കുട്ടനാടൻ മാർപ്പാപ്പയിൽ എന്നെക്കൊണ്ട് പാട്ടെഴുതിക്കാനുള്ള കാരണം കുഞ്ചാക്കോ ബോബനാണ്. കുഞ്ചാക്കോ ബോബൻ പറഞ്ഞിട്ടാണ് ആലപ്പുഴയെ വർണ്ണിക്കാനുള്ള ഒരു പാട്ട്. ആലപ്പുഴ ജില്ലയിൽ ജീവിക്കുന്ന ഒരാളെ കൊണ്ട് തന്നെ അത് വിളിക്കാൻ പറയുന്നു. ചാക്കോച്ചൻ പറഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ സംവിധായകൻ ശ്രീജിത്ത് വിജയനും അജിത് മേടയിലും ഒക്കെ എന്നെ വിളിക്കുന്നത്. അപ്പോൾ എന്നെ വിളിക്കുന്നു, ഞാൻ എറണാകുളത്ത് ചെല്ലുന്നു, ട്യൂൺ കേൾക്കുന്നു. രാഹുൽ രാജിൻ്റെ ഈണമാണ്. ഈ ട്യൂൺ കേട്ടതിന് ശേഷം അവർ പറയുകയാണ് ഇതിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിരിക്കുന്നു, ഷൂട്ടിങ്ങിൻ്റെ ആ രംഗങ്ങൾ കണ്ടുകൊണ്ട് എഴുതിക്കോ എന്ന് പറയുന്നു. ആദ്യത്തെ അനുഭവമാണ്. ഡബ്ബിംഗ് പടത്തിലൊക്കെ പാട്ട് എഴുതാൻ നേരത്ത് രംഗം കണ്ട് നമുക്ക് എഴുതാം. ഒരു മലയാള സിനിമയിൽ രംഗം കണ്ടുകൊണ്ട് ആദ്യമായിട്ട് എഴുതുന്ന ഒരു അപൂർവമായ ഒരു അവസരം ആണ് അത്. അപ്പോൾ ആലപ്പുഴയിൽ ഇതുവരെ ആരും പ്രയോഗിക്കാത്ത പദപ്രയോഗങ്ങളോ അല്ലെങ്കിൽ ഇൻസിഡൻസോ ഒക്കെ അതിൻ്റെ അകത്ത് വരുത്തണം എന്ന് നമ്മൾ കേവലമായി ആഗ്രഹിക്കുമല്ലോ. അങ്ങനെ ആവണമെന്ന് ശ്രീജിത്തിനും അതുപോലെ തന്നെ അതിൻ്റെ സംവിധായകനും അതുപോലെ തന്നെ സംഗീത സംവിധായകനായ രാഹുൽ രാജിനും ഒക്കെ ഒരു തീരുമാനമുണ്ടായിരുന്നു. നമുക്ക് ഒരു പുതുമയുള്ള പദപ്രയോഗങ്ങളിലൂടെ ആ പാട്ടിനെ വികസിപ്പിച്ചെടുക്കണം എന്ന്. അപ്പോൾ ആലപ്പുഴ വളവിൽ കളിചിരി ആടണതാരപ്പ, കരുവാറ്റ കനവിൽ വള്ളം തുഴയും മാർപ്പാപ്പ എന്ന് പല്ലവിയിൽ എഴുതി. അപ്പോൾ ആലപ്പുഴ വളവ് എന്നൊരു പദപ്രയോഗം ആ പാട്ടിൽ ഭാഗ്യം കൊണ്ടുണ്ടായി. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ചേർത്തലയിൽ നിന്നും ഈ തടുക്ക് കയർ ഉൽപ്പന്നങ്ങൾ കട്ടവണ്ടിയിൽ വലിച്ച് 10-22 കിലോമീറ്റർ ദൂരെയുള്ള ആലപ്പുഴയിലേക്ക് പാവപ്പെട്ട കർഷക തൊഴിലാളികൾ കൊണ്ടുപോകും. അപ്പോൾ കൊണ്ടുപോകുന്നതിനിടയ്ക്ക് അവർ പറയുന്ന 2 വാക്കുകളുണ്ട്. ഒന്ന്, ചേർത്തലയിൽ നിന്ന് പോകുമ്പോൾ പുറപ്പെടുമ്പോഴേ പറയുന്നൊരു വാക്ക്, ഉദയ സ്റ്റുഡിയോ വെച്ച് കാണാൻ കേട്ടോ എന്ന് പറയും. അവിടെയാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. നസീറിനോ ജയനെയോ വിൻസെൻറ്റിനെയോ മധുസാറിനെയൊക്കെ ഒന്ന് കാണാൻ ഭാഗ്യം. ഇടയ്ക്ക് വയലാർ സാറൊക്കെ അകത്തുണ്ടെന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കും. ഞങ്ങൾ കണ്ടു എന്നൊക്കെ പറഞ്ഞ് ഈ സാധാരണ ആൾക്കാർ വീമ്പിളക്കുന്നൊരു കാലം. അപ്പോൾ ആ കാലത്ത് ആലപ്പുഴ വളവിൽ വെച്ച് കാണാം എന്ന് ഒരാൾ പറഞ്ഞതായിട്ട് പറഞ്ഞു കേട്ട അറിവ്. അപ്പോൾ ആലപ്പുഴ വളവ് എവിടെ? അതായത് ഒരു രാജ്യത്തിൻ്റെ അതിർത്തി, അതായത് തിരുവിതാംകൂറിൻ്റെ അതിർത്തിയായ അരൂരിൽ നിന്നും ആലപ്പുഴയിലെത്താൻ ഒരു വളവും ഇല്ലായിരുന്നു. ഒറ്റ വളവേ ഉള്ളത് ശവക്കോട്ടപ്പാലമാണ്. അത് ആലപ്പുഴ വളവാണ്. അപ്പോൾ ശവക്കോട്ടപ്പാലം എന്ന് ഇപ്പോൾ കേൾക്കുന്നതിന് ആലപ്പുഴ വളവെന്നൊരു നാടൻ പ്രയോഗം ഉണ്ടല്ലോ എന്നെനിക്ക് അപ്പോഴാണ്. അപ്പോൾ അത് സിനിമയിലാക്കണം എങ്ങനെയെങ്കിലും, ആലപ്പുഴയെക്കുറിച്ചുള്ള ഏതെങ്കിലും ഒരു പാട്ടിൽ ഇതാക്കണം ഒന്ന് ഒരാഗ്രഹം. ഭാഗ്യത്തിന് ഈ പാട്ടിലത് വന്നു. അപ്പോൾ ഇങ്ങനെ സീൻ കണ്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഒരു സീനിൽ ഈ ഒരു ചുവന്ന കൊടിയും പിടിച്ചുകൊണ്ട് ഇന്നസെൻ്റ് അവതരിപ്പിക്കുന്ന കഥാപാത്രം പോവുകയാണ്. അപ്പോൾ ഇവിടെ എന്തും എഴുതാം നമുക്ക് കാര്യം. നമുക്ക് സിറ്റുവേഷൻ അനുസരിച്ച് ആ പാട്ടിന് സാഹിത്യം ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണല്ലോ ഒരു ഗാനരചയിതാവിൻ്റെ ഒരു സ്വാതന്ത്ര്യവും അദ്ദേഹത്തിൻ്റെ കടമയും അതാണ്. അദ്ദേഹത്തിന് കിട്ടിയ ജോലി അതാണ്. അപ്പോൾ ഈ ചുവന്ന കൊടിയും പിടിച്ചുകൊണ്ട് പോവുകയാണ്. ഒരു സിനിമയിൽ ഒരു പാട്ട്, ആലപ്പുഴ വളവ്, പഴയ ആൾക്കാർ പറഞ്ഞ ഒരു പദം അതിൻ്റെ അത് വന്നിരിക്കുന്നു. ഇതുപോലെ വരണം എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മളവിടെ എഴുതിയത് കൈനകരിക്കോണിൽ കൊടിപാറും കാലം തുടികൊട്ടും കുട്ടനാട്. ഇന്നസെൻ്റ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ അഴകാഴങ്ങളെക്കുറിച്ച് നമുക്ക് അറിയാനേ വയ്യ. അദ്ദേഹം ഒരു നേതാവാണെന്നറിയാം. അദ്ദേഹം ഒരു കൊടിയും പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. കുട്ടനാട്ടിലെ ഒരു സാമൂഹിക പ്രവർത്തകനാണ് അദ്ദേഹം. അപ്പോൾ കൈനകരിക്കോണിൽ കൊടിപാറും കാലം തുടികൊട്ടും കുട്ടനാട്. കൈനഗിരിയിലാണ് ആദ്യത്തെ കർഷക സമരം നടന്നത് എന്ന് പണ്ട് വായിച്ചത് അപ്പോൾ ഓർത്തു. അപ്പോൾ കൈനഗിരിയിൽ ആദ്യത്തെ കർഷക സമരം നടന്ന ആ നാട്ടിൽ ഒരു കൊടി പാറുമ്പോൾ ആദ്യത്തെ കർഷക സമരം കൂടി ഓർക്കാൻ കേവലമായ ഒരു സിനിമയ്ക്ക് ഒരു ചരിത്രബോധം കൂടി, ഒരു ചരിത്രത്തിൻ്റെ അംശം കൂടി കൊടുക്കാനുള്ള ഒരവസ്ഥ ഗാനരചയിതാവിനുണ്ട്. അപ്പോൾ ഈ കൈനഗിരിക്കോണിൽ കൊടിപാറും കാലം തുടികൊട്ടും കുട്ടനാട് എന്ന് ആ പാട്ടിൽ. പിന്നെ അതിൽ ജോൺ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ജോണപ്പൻ, മേരിയുടെ പ്രിയപ്പെട്ട മകൻ, അവരാണ് ഈ സിനിമയുടെ ആകെ ഐശ്വര്യം എന്ന് പടത്തിലുണ്ടാവണം. അപ്പോൾ താമരപ്പൂ തേൻ കുറുമ്പ് മേരിക്കൊരാൺകുരുന്ന്, കാറ്റലയും കായലിൻ്റെ തീരത്തെ ഇളങ്കരിക്ക്. അപ്പോൾ കാറ്റലയുന്ന കായലിൻ്റെ തീരത്തെ ഇളങ്കരിക്കാണ് മേരിയുടെ കുഞ്ഞ് എന്ന് എഴുതി. അപ്പോൾ നമ്മളിതൊക്കെ ഒരുപാട് ആഗ്രഹിക്കുകയാണ്, ഇങ്ങനെയൊക്കെ എഴുതണം
കാര്യം കുട്ടനാടും ആലപ്പുഴയും ഒക്കെ നമ്മളെ വല്ലാതെ സ്വാധീനിച്ച സ്ഥലങ്ങളാണ്. അവിടുത്തെ ജീവിതം നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അതൊക്കെ ഒരു സിനിമാ പാട്ടിൽ വരിക എന്ന് പറയുന്നത് വല്ലപ്പോഴും കിട്ടുന്ന മഹാഭാഗ്യമാണ്. അത് ചിലപ്പോൾ ആ ഭാഗ്യം കിട്ടണമെന്നില്ല. ഈ കുട്ടനാടൻ മാർപ്പാപ്പ എന്ന് പറയുന്ന ഈ സിനിമയിലെ ഈ പാട്ട് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ പാട്ടിൻ്റെ വിജയാഘോഷത്തിൽ കുഞ്ചാക്കോ ബോബൻ പ്രത്യേകം വിളിച്ച് അഭിനന്ദിച്ചു. അദ്ദേഹം വിളിച്ചിട്ട് ഞാൻ ആ പാട്ടിനെ മോശമാക്കില്ലല്ലോ എന്ന ഒരാശ്വാസം എനിക്കുണ്ട്. അപ്പോൾ അന്ന് വൈകിട്ട് ശ്രീ ഉദയകൃഷ്ണ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, ഇതുപോലത്തെ ഒരു പാട്ട് നമുക്ക് ഒരു പുതിയ സിനിമയിലുണ്ട്, നമുക്ക് കൂടാം എന്ന് പറഞ്ഞു. അപ്പോൾ ഉദയകൃഷ്ണനായിട്ട് ഒരു വർക്കിന് ഇതുവരെ കൂടിയിട്ടുമില്ല. അപ്പോൾ ഉദയകൃഷ്ണൻ എന്നോട് പറഞ്ഞു, ആലപ്പുഴയെ അടിമുടി ഈ പാട്ടിലുണ്ടാവും. ഈ പാട്ടിൻ്റെ പേര്, ഈ സിനിമയുടെ പേര് ആനക്കള്ളൻ എന്നാണ്. അപ്പോൾ ആനക്കള്ളൻ ഒന്നും നോക്കണ്ട, ഈ സിനിമയിൽ കുട്ടനാട്ടിൽ ജീവിക്കുന്ന സാധാരണക്കാരനായ ഒരു നായകനും അയാൾ ഒരുപാട് മോഹിച്ച് കിട്ടിയ ഒരു നായികയും എന്നാണ്. അപ്പോൾ ഇതിൽ കുട്ടനാടിൻ്റേതായ ജീവിത പരിസരങ്ങളും പ്രകൃതി പിന്നെ പ്രകൃതിയെയുമൊക്കെ ഒന്ന് വരച്ചിടാനുള്ള ഒരു ശ്രമം നടത്തണം എന്നാണ് പറയുന്നത്. അപ്പോൾ സംഗീത സംവിധായകൻ നാദിർഷയാണ്. അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾ രാവിലെ എറണാകുളത്ത് വൈറ്റ് ഹൗസ് എന്ന് പറയുന്ന ഹോട്ടലിൽ നാദിർഷയുമായിട്ട് കൂടെ കണ്ടു. പിന്നെ നാദിർഷ ഒരു ട്യൂൺ ഇട്ടിട്ടുണ്ടായിരുന്നു. സംവിധായകൻ സുരേഷ് ദിവാകറിന് ആ ട്യൂൺ വല്ലാതെ ഇഷ്ടപ്പെട്ടു. അത് ഉദയകൃഷ്ണനെ കേൾപ്പിച്ചു, ഉദയകൃഷ്ണയ്ക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടി ഇരുന്നിട്ട് ഈ പാട്ട് തന്ന 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 തൻ ഇങ്ങനെ ഇടിച്ചു നിൽക്കണം. അപ്പോൾ വളരെ ക്യാച്ചിങ് ആയ ഒരു പദ്ധതി തുടങ്ങണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വെട്ടം എന്ന് പറഞ്ഞ സിനിമ പെട്ടെന്ന് ഇങ്ങനെ മനസ്സിലേക്ക് ആലോചിച്ചു. പെട്ടെന്ന് നാദിർഷയെ കണ്ടപ്പോഴത്തേക്ക് ആലോചിച്ചത് വെട്ടമാണ്. കാര്യം വെട്ടത്തിൽ ഞാൻ ഐ ലവ് യു ഡിസംബർ എന്ന് എഴുതിയപ്പോൾ മക്കാസായി എന്ന് പാട്ട് നാദിർഷ എഴുതിയിരുന്നു. അപ്പോൾ വിആറിൻ്റെ കൂടെ ഞങ്ങൾ 2 ഗാനരചയിതാക്കൾ വെട്ടത്തിലുണ്ടല്ലോ. അപ്പോൾ പെട്ടെന്ന് നാദിർഷ കാണുമ്പോഴൊക്കെ വെട്ടം ആലോചിക്കും. കാര്യം അന്ന് അദ്ദേഹവും ആ മുറിയിലുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ടട്ട എന്ന് പറഞ്ഞാൽ വെട്ടം എന്ന് തുടങ്ങട്ടെ, തുടങ്ങിക്കുമോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് വെട്ടം എന്ന് തുടങ്ങി തട്ടും, വെട്ടം തട്ടും ഇട്ട, പിന്നെ കുട്ടനാടിലേക്ക് മനസ്സിലേക്ക് കയറി വന്നു. അങ്ങനെ വട്ടക്കായൽ നമ്മുടെ ഹൃദയത്തിലേക്ക് കയറി വരികയാണ്. അപ്പോൾ ഈ എഴുത്തിൻ്റെ ഒരു സൂത്രമുണ്ട്, അനുഗ്രഹമാണത്. നമ്മൾ എഴുതാൻ നേരത്ത് ചില മറ്റു കാര്യങ്ങളൊക്കെ ആലോചിക്കുമെങ്കിലും കുട്ടനാട്ടിലേക്ക് എത്തുക. അപ്പോൾ വെട്ടം തട്ടും വട്ടക്കായൽ തിട്ടയിലോടും തൊട്ടാവാടി ചൊട്ടത്തെങ്ങിൻ ചോട്ടിൽ നിന്നെ കണ്ടപ്പോഴേ ഇഷ്ടം കൂടി. അപ്പോൾ ഇങ്ങനെ ഒരുപാട് അതിലൊരു പ്രയോഗമുണ്ട്, പുരയിറമ്പിൽ തെളിയും ചിരിവെയിലേ എന്ന് പറയപ്പെടും. അപ്പോൾ ആ വരി എഴുതി ആ പാട്ട് ഒരുപാട് പേര് ശ്രദ്ധിച്ചു. എനിക്ക് ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ആ വർഷം കിട്ടുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ ഞാൻ എപ്പോഴും ഈ നാടിനെ അടയാളപ്പെടുത്താനുള്ള ഭാഗ്യം എവിടെയാണ് കിട്ടുന്നത് എന്ന് അന്വേഷിച്ച് നടന്നിട്ട് ഇതിൽ ചേർത്തലയെ അടയാളപ്പെടുത്താമായിരുന്നു. ഈ പുരയിറമ്പിൽ തെളിയും ചിരിവെയിലെ ആ ചേർത്തലയിൽ പൂരം കൊടി കയറി എന്നൂടെ എഴുതിയിരുന്നെങ്കിൽ ആരും ഒന്നും പറയില്ലായിരുന്നു. ചേർത്തല ആ പാട്ടിൽ വരുമായിരുന്നു. ഭാവഗായകൻ ജയേന്ദ്രനും കെ എസ് ചിത്രയാണ് പാട്ട് പാടിയത്. അപ്പോൾ ഇത്രയും അപൂർവമായ ഒരു സിറ്റുവേഷനിൽ ചേർത്തലയെ കൂടെ അങ്ങോട്ടൊന്നും തള്ളി കയറ്റാൻ പറ്റില്ലല്ലോ എന്ന ഈ പാട്ട് കേൾക്കുമ്പോഴൊക്കെ വിഷമം തോന്നും. കാര്യം അതൊക്കെ നമ്മുടേതായൊരു യുക്തിബോധത്തിൽ സാഹചര്യത്തെയും സ്വാതന്ത്ര്യത്തോട് ഉപയോഗിക്കുന്ന ഒരവസ്ഥയിലാണ് ഇങ്ങനത്തെ പാട്ടൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ പാട്ട് കേൾക്കുമ്പോഴൊക്കെ ഒരുപാട് സന്തോഷവും തോന്നും. ഇതിലൊരു ചേർത്തല വന്നില്ലല്ലോ. കാര്യം ചേർത്തല ഒരു സിനിമാ പാട്ടിലും വരുത്താനൊക്കാത്തതിൻ്റെ ഒരു വിഷമം ഇപ്പോഴും ബാക്കി കിടക്കുകയാണ്. ഒരു ദിവസം എറണാകുളത്ത് പതിവ് പോലെ ജോണി സാഗരിയുടെ ഓഫീസിലിരിക്കുമ്പോൾ ഒരാൾ ജോണിച്ചേട്ടൻ്റെ ഓഫീസിലേക്ക് കയറി വരികയാണ്, കണ്ണൂരുകാരൻ നിർമ്മൽ. അപ്പോൾ നിർമ്മൽ എന്തോ കാര്യത്തിന് ജോണിച്ചേട്ടനെ കാണാൻ വന്നതാണ്. അപ്പോൾ നിർമ്മൽ എന്നോട് പറഞ്ഞു, ഞങ്ങളൊരു ആൽബം ഇറക്കുന്നുണ്ട്, പറശ്ശിനി മുത്തപ്പൻ ആണ്. അപ്പോൾ അതിൽ മുത്തപ്പൻ്റെ പാട്ട് എഴുതുന്നത് കൈതപ്രം തിരുമേനിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കൊന്നും അവസരമില്ല, എനിക്ക് വലിയ ആഗ്രഹമാണ്. മ്യൂസിക് ഡയറക്ടറുടെ പേര് കേട്ടപ്പോഴാണ് ഞാൻ അങ്ങോട്ട് ആ അവസരം ചോദിച്ചത്. എം ജി രാധാകൃഷ്ണൻ്റെ സംഗീതമാണെന്ന് പറഞ്ഞു. അപ്പോൾ രാധാകൃഷ്ണൻ സാറുമായിട്ട് ഒന്ന് കാണാൻ, അടുത്തിരിക്കാനൊക്കെ വളരെ ആഗ്രഹിക്കുന്ന ഒരു കാലം. അപ്പോൾ ആ സമയത്ത് അന്ന് 5 പാട്ട് രാജീവ് സാർ എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ എന്നോട് അങ്ങനെ വല്ലാത്ത ബഹുമാനം കാണിച്ചിട്ട് എഴുതാൻ പറയുന്ന ആദ്യത്തെ ഒരാളാണ് നിർമ്മൽ. അപ്പോൾ നിർമ്മൽ എന്നെ വല്ലാത്ത സ്നേഹ ബഹുമാനങ്ങളോടെ പറഞ്ഞു, ജോണി സാരിയുടെ പാട്ടൊക്കെ എഴുതുന്ന കേൾക്കുന്നതല്ലേ, ജോണി സാരിയുടെ സ്ഥിരം എഴുത്തുകാരനല്ലേ,
ഒരു കാര്യം ചെയ്യും, അടുത്ത വെള്ളിയാഴ്ച ഞങ്ങൾ തിരുവനന്തപുരത്ത് വരും, അങ്ങോട്ട് കയറി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്ത് വെച്ച് കാണുകയാണ്. MG രാധാകൃഷ്ണൻ സാറിനെ അദ്ദേഹത്തിൻ്റെ മേടയിൽ വീട്ടിൽ വെച്ച് കാണുകയാണ്. അദ്ദേഹത്തിൻ്റെ അമ്മയെ ആദ്യമായിട്ട് കാണുന്നു. അമ്മയായിട്ട് ഫോട്ടോ എടുത്തു, രാധാകൃഷ്ണൻ സാറുമായിട്ട് ഫോട്ടോ എടുത്തു. കൈതപ്രത്തിൻ്റെ പാട്ടുകൾ നേരത്തെ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ 5 പാട്ടിന് അടുത്ത് ഇരുന്നു. ആ പാട്ട് കമ്പോസിങ്ങിനിടയ്ക്കാണ് ഞാൻ ശ്രീ MG ശ്രീകുമാറിനെ ആദ്യം കാണുന്നത്. അതിനു മുമ്പ് ഒരുപാട് വട്ടം ഗാനമേളകൾക്ക് വേണ്ടി പല കിലോമീറ്ററുകളും വാടക സൈക്കിൾ ചവിട്ടി യേശുദാസിനെ കാണുന്നതിനേക്കാൾ ആകാംക്ഷയോടെയും ആദരവോടെയും ഞങ്ങളുടെ തലമുറ ഒന്ന് കാണാൻ കൊതിച്ച ഗായകനാണല്ലോ. ഞാനും അതുപോലെ കാണാൻ കൊതിച്ച ആൾ അടുത്ത് വന്നിരുന്നിട്ട് ഈ പാട്ടൊക്കെ പാടാൻ വേണ്ടി ഒന്ന് പഠിക്കാൻ വേണ്ടി വന്നിരിക്കുവാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് അദ്ദേഹം സ്റ്റുഡിയോയിൽ വരുന്നതിന് മുമ്പേ ഈ പാട്ടുകൾ ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി പഠിക്കാൻ വരും. അന്ന് എടുത്തൊരു ഫോട്ടോയുണ്ട്. MG രാധാകൃഷ്ണൻ സാറ് വലതുവശവും ശ്രീകുമാറേട്ടൻ ഇടതുവശവും ഞാൻ നടുക്കും ഇരിക്കുന്ന ഒരു ഫോട്ടോ. പലർക്കും കിട്ടാത്ത ഫോട്ടോയാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഫോട്ടോ നിധിശേഖരത്തിൽ ഈ ഫോട്ടോ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ അത് അയച്ചു കൊടുത്തതാണ് പിൽക്കാലത്ത്. ആ കാര്യം ചേട്ടൻ്റെ അടുത്ത് അദ്ദേഹം ഇരിക്കുന്നൊരു ഗാനരതാവുമായിട്ട്. അപ്പോൾ ഗിരീഷ് ഏട്ടൻ പോലും അങ്ങനത്തെ ഒരു ഫോട്ടോ, ഈ 3 പേരും കൂടി ഇരുന്ന് കമ്പോസ് ചെയ്യുന്നൊരു ഫോട്ടോ വന്നിട്ടില്ലല്ലോ എന്ന് അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് തുടങ്ങിയ ബന്ധമാണ് MG ശ്രീകുമാറുമായിട്ട്. ശ്രീകുമാറേട്ടൻ പിന്നീട് എല്ലാ സമയത്തും പാട്ടിടുക അന്നേരം തന്നെ ഓർക്കും. അദ്ദേഹം ഒരു 12 സിനിമയ്ക്ക് സംഗീതം ചെയ്തിട്ടുണ്ട്. 12 സിനിമകൾ. അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ പേര് വയ്ക്കാതെ തന്നെ അദ്ദേഹം പല പാട്ടുകളും പിന്നെ പലരുടെയും പേരിലൊക്കെ വന്നിട്ടുണ്ട്. എങ്കിലും അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ 12 സിനിമകൾ സംഗീതം ചെയ്തിട്ടുണ്ട്. അതിൽ 10 സിനിമയിലും അദ്ദേഹം എന്നെയാണ് വിളിച്ചത്. അദ്ദേഹം ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചു, അർദ്ധനാരി. അപ്പോൾ അർദ്ധനാരിയിലും അദ്ദേഹം നിർമ്മിച്ച പടത്തിലും പലരെയോ ആലോചിച്ചു ആദ്യം, പക്ഷേ അവസാനം അത് എന്നെ കൊണ്ട് തന്നെയാണ് എഴുതിച്ചത്. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം വോളിയം നമ്പർ 18. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഈ മുത്തപ്പൻ്റെ പാട്ട് അദ്ദേഹം ശ്രീകുമാറേട്ടനെ ഇങ്ങനെ പാടി കേൾപ്പിക്കുന്നു. വേറൊരു മൂലയിൽ കലവൂർ ബാലൻ ഇതിനെ ഓർക്കസ്ട്ര ചെയ്യാൻ വേണ്ടി നോട്ട്സൊക്കെ എഴുതുന്നുണ്ട്. 2 ദിവസം കഴിയുമ്പോൾ തിരുവനന്തപുരത്ത് SSDTയിൽ ഇതിൻ്റെ റെക്കോർഡിംഗ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ നിർമ്മലും കൂട്ടുകാരും പ്രകാശൻ ഉൾപ്പെടെയുള്ള കൂട്ടുകാരൊക്കെ കണ്ണൂരിൽ നിന്ന് വന്നിട്ട് ലോഡ്ജ് മുറിയിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു അനുഭൂതിയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സുഹൃത്തിനെ പോലെ കരുതുകയാണ് MG രാധാകൃഷ്ണൻ സാർ. യാതൊരു വിധത്തിലുള്ള ഭയങ്ങളും ഇല്ലാതെ അടുത്തൊരു സുഹൃത്തിനെ പോലെ ചേർത്ത് എത്തിയിട്ട് എഴുതിക്കോ എന്ന് പറയണം. ഞാൻ മുത്തപ്പ എന്നുള്ള ഒരു പദമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. കാര്യം നമുക്ക് ഉപയോഗിക്കാം, എങ്ങനെ വേണമെങ്കിലും സ്വാതന്ത്ര്യത്തോടെ ഉപയോഗിക്കാം. നമുക്ക് ഇതിനു മുമ്പ് കേട്ട പദങ്ങളൊന്നും അല്ല വേണ്ടത് എന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ടല്ലോ. ആ സ്വാതന്ത്ര്യം വളരെ ഭംഗിയായി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ 2-3 പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ടതിന് ശേഷം MG ശ്രീകുമാർ എന്നോട് പറയുകയാണ്, നമുക്ക് അടുത്ത വർഷത്തെ അയ്യപ്പൻ ചെയ്യാം എന്ന് പറഞ്ഞു. ഞാൻ ആദ്യം വിശ്വസിച്ചില്ല. ഇതുപോലെ ഒരു വലിയ ഓഫർ. കാര്യം യേശുദാസിൻ്റെ അയ്യപ്പ ഭക്തി ഗാനങ്ങൾ നമ്മൾ കാത്തിരിക്കുമല്ലോ. വൃശ്ചികം ഇതിന് മുമ്പേ അത് ഇറങ്ങും. എല്ലാവരും കാത്തിരുന്നിട്ട് വളരെ ആകാംക്ഷയോടെ മേടിച്ചുകൊണ്ട് പോകുന്ന യേശുദാസിൻ്റെ തരങ്കിണിയുടെ അയ്യപ്പ ഭക്തി ഗാനങ്ങൾ, അതുപോലെ തന്നെ ആഘോഷത്തോടെ കൊണ്ടാടപ്പെടുന്ന അയ്യപ്പ ഭക്തി ഗാനങ്ങളാണ് MG ശ്രീകുമാറിൻ്റെത്. അദ്ദേഹത്തിൻ്റെ ആ അയ്യപ്പ ഭക്തി ഗാനങ്ങളൊക്കെ അതിനു മുമ്പ് എഴുതിയത് പ്രിയപ്പെട്ട ഗിരീഷ് പുത്തഞ്ചേരി, അതുപോലെ തന്നെ ശ്രീ ബിച്ചു തിരുമല, ONV സാറ്, കാവാലം സാറ്. അപ്പോൾ അവരൊക്കെ എഴുതി, അതുപോലെ കൈതപ്രം തിരുമേനി, ഇവരൊക്കെ എഴുതിയ ആ തലത്തിലേക്ക് നമ്മളെ കൂടെ വിളിക്കുകയാണ് അദ്ദേഹം. അപ്പോൾ ഞാനത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ കേട്ടിട്ട് ഞെട്ടിപ്പോയി. കാര്യം ഒരുപക്ഷെ ഒരു സിനിമയിൽ എഴുതുന്നതിനേക്കാൾ കൂടി വലിയൊരു അവസരമായിട്ട് എനിക്ക് ആ സമയത്ത് അപ്പോൾ തോന്നി. പക്ഷേ അദ്ദേഹം കറക്റ്റ് അടുത്ത വൃശ്ചികത്തിന് മുമ്പേ ഇത് പറഞ്ഞ് എന്നെ ഓർത്തു, എന്നെ വിളിച്ചു. ഞാൻ അവിടെ ചെല്ലുകയാണ് തിരുവനന്തപുരത്ത്. അദ്ദേഹത്തിൻ്റെ മേടയിൽ വീട്ടിൽ MG രാധാകൃഷ്ണൻ സാറ് താമസിക്കുന്ന അടുത്ത് തന്നെ അദ്ദേഹത്തിനും ഒരു വീടുണ്ട്. മേടയിലെ വീട് രണ്ടുപേരും താമസിക്കുകയാണ്. വലതുവശത്ത് ശ്രീകുമാറേട്ടനും ഇടതുവശത്ത് MG രാധാകൃഷ്ണൻ ചേട്ടനും താമസിക്കുന്ന മേടയിൽ വീട്. അപ്പോൾ അവിടെ വച്ച് അദ്ദേഹം
എന്നോട് പറയുകയാണ്, നാളെയാണ് റെക്കോർഡിങ്, ഒരു ട്യൂണ് ഒരു കാസറ്റിലാക്കിയിട്ടുണ്ട്, എഴുതിയിട്ട് നാളെ രാവിലെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പാട്ട് ഞാൻ ഇങ്ങനെ വാഗ്മാനിലിട്ട് കേൾക്കുകയാണ്. ആ സമയത്ത് പുറത്തിറങ്ങി അപ്പോൾ താഴികക്കുടം തങ്കനിലാക്കുടം സ്വാമിയേ എന്ന് ഡമ്മി ലിറിക്സ് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഡമ്മി ലിറിക്സ് എഴുതി വെച്ചതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഈണം ആരാണ് എന്നൊരു നമുക്കൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിന് മുമ്പുള്ള അയ്യപ്പ ഭക്തിഗാനങ്ങളൊക്കെ ട്യൂൺ ചെയ്തത് എസ് കുമാർ എന്ന് പറഞ്ഞ ഒരാളാണ്. ഇത് എം ജി ശ്രീകുമാറാണെന്ന് ആരെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാനത് വിശ്വസിച്ചിട്ടില്ല. വേറെ ആരോ ഒരാൾ എസ് കുമാർ. അപ്പോൾ ഞാൻ പിന്നെ തിരിച്ച് ചെന്നിട്ട് ചോദിക്കുകയാണ്, ഇതിൻ്റെ ഈണം എസ് കുമാർ അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതേലോ എസ് കുമാർ തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എസ് കുമാർ എവിടുത്തുകാരനാണ് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് തന്നെ ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് അയ്യപ്പ ഭക്തിഗാന ആരാധകർ, പ്രേമികൾ ഒത്തിരി വട്ടം ചോദിച്ച ചോദ്യം സാധാരണക്കാരനെ പോലെ ഞാനും അദ്ദേഹത്തോട് നേരിട്ട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ എസ് കുമാർ ഞാൻ തന്നെയാണ്, എസ് കുമാർ എന്ന് പേര് വെച്ചിരിക്കുകയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നാളെ തന്നെ രാവിലെ വന്നാൽ മതി, 8 പാട്ട് എസ് രമേശൻ നായർ സാറാണ് എഴുതുന്നത്. സാറിനോടൊപ്പം മറ്റൊരു ഗാനരചയിതാവിനെ എഴുതാൻ അദ്ദേഹം അനുവദിക്കാറില്ല കാസറ്റിൽ. അദ്ദേഹം അതിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തുന്ന നിലപാട് പറയുന്ന ആളാണ്. പക്ഷേ രാജീവിനെ വേണമെന്ന് ഞാൻ പറഞ്ഞിരിക്കുകയാണ്. ആ 2 പാട്ട് രാജീവിനെ കൊണ്ട് തന്നെ എഴുതിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു. സാധാരണ സാറ് സമ്മതിക്കാത്തതാണ്, സാറ് സമ്മതിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ അമ്മാവനൊരു ബാലകൃഷ്ണൻ നായർ എന്ന് പറഞ്ഞ ഒരു കുട്ടികളെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടറുണ്ട്. ആ ഡോക്ടർ താമസിക്കുന്നത് പൂജപ്പുരയിലെ ചെങ്കല്ലൂർ അമ്പലത്തിനടുത്താണ്. അപ്പോൾ എൻ്റെ അമ്മാവൻ എൻ്റെ അടുത്ത് ഞാൻ ചെന്നിട്ട് പറഞ്ഞു, നാളെ റെക്കോർഡിംഗ് ആണ്, എനിക്ക് പാട്ട് എഴുതണം. അദ്ദേഹത്തിൻ്റെ മുകളിലത്തെ മുറിയിലെ ഒരു മൂലയിലേക്ക് എന്നെ കൊണ്ടുപോയിട്ട് ഇവിടെ ഇരുന്നോ, സ്വസ്ഥമായിട്ട് എഴുതിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സ് നിറയെ കേരളം മുഴുവൻ പാടിക്കൊണ്ട് നടക്കാൻ സാധ്യതയുള്ള ഒരു പാട്ടിനെ അതിൻ്റെ ഭാഗമാകാൻ പോകുന്നതിൻ്റെ എല്ലാ തരത്തിലുമുള്ള സന്തോഷവും പ്രാർത്ഥനയും ഒക്കെ ആയിരുന്നു ആ സമയത്ത്. ഞാൻ ആ സമയത്ത് പലവട്ടം പലതും മാറ്റി എഴുതി കേട്ടോ. നമ്മളിപ്പോൾ പാട്ട് കേൾക്കുമ്പോൾ ഓർക്കും ഇതൊക്കെ ഈസി ആയിട്ട് എഴുതിയതാണ്, 10 മിനിറ്റ് കൊണ്ട് എഴുതുകയാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ആ സമയത്ത് എനിക്ക് ഒരു പദവും കിട്ടാതെ ഞാൻ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ അയ്യപ്പസ്വാമിക്ക് ഒരു ശയനപ്രദക്ഷിണം നേർന്നു. സ്വാമി, ഇത് ഭംഗിയായാൽ ഞാൻ അവിടെ വന്ന് ശയനപ്രദക്ഷിണം നടത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു. എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അവസരമാണത്. ഞാൻ എന്നിട്ട് ആ താഴികക്കുടം തങ്കനിലാക്കുടം സ്വാമിയേ എന്നുള്ളത് സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ എന്നെഴുതി. വല്ലാത്ത കണ്ണു നിറഞ്ഞ് ബാക്കി പറയാൻ നോക്കുക. കാര്യം അയ്യപ്പസ്വാമി വന്നിട്ട് ഇനി ഞാൻ എഴുതാം എന്ന് പറഞ്ഞതുപോലെയാണ് ബാക്കിയൊക്കെ. എൻ്റെ 26ാമത്തെ വയസ്സിൽ പിറന്ന പാട്ടാണ്. സാമവേദം നാവിലുണർത്തിയ സ്വാമിയെ എന്നെ സ്വരപൂജ മലരാക്കി തീർക്കണേ, തത്വമസിപ്പൊരുളെ നിത്യസത്യദയാനിധിയെ കൽപ്പാന്തമിഴീതൽ തുറക്കണമേ, മനസ്സാകും പുലിമേലെ വാഴണേ. അപ്പോൾ ഈ പദപ്രയോഗങ്ങളൊക്കെ ഇപ്പോഴും എന്നെപ്പോലെ ഒരു സാധാരണക്കാരൻ നടത്തിയതാണോ എന്ന് ഞാൻ അത്ഭുതപ്പെടുന്നുണ്ട്. കാരണം എനിക്കതിനാവില്ല, എനിക്കിപ്പോഴും അതിനുള്ള അറിവില്ല. അപ്പോൾ അയ്യപ്പസ്വാമി അടുത്ത് വന്നതിന് ശേഷം മഞ്ഞണി മാമലമേലെ കർപ്പൂരക്കടൽ, കരയിൽ സ്വാമി തൻ പൊന്നണി വീട്, സ്വാമിക്ക് പമ്പയൊരു പൂണൂല്, എൻ്റെ ആത്മാവല്ലയോ കോവിൽ. ഞാനിപ്പോഴും അത്ഭുതപ്പെടുകയാണ്. ഇങ്ങനെ ഈ മഞ്ഞണി മാമലമേലെ കർപ്പൂരത്തിൻ്റെ കടലാണെന്നും സ്വാമിക്ക് പമ്പ ഒരു പൂണൂലാണെന്നും ഒക്കെ എന്നെക്കൊണ്ട് എഴുതിച്ച ആ വല്ലാത്ത അനുഗ്രഹം രാവിലെ ഞാനിതുകൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ കണ്ണോളം കണ്ടതു പോരാ എന്ന് രമേശ് സാർ എഴുതിയ പാട്ട് ശ്രീകുമാരേട്ടൻ പാടുകയാണ്. പാടിയതിന് ശേഷം അദ്ദേഹം രമേശ് സാറിന് തന്നെ വേറൊരു പാട്ട് വായിച്ചു നോക്കിയാണ്. തങ്കനിലാവും അവയ്ക്കും സ്വാമി പാദമേ, സ്നേഹപ്പമ്പയിൽ നീ കരകവിഞ്ഞതെന്തിനാണ്. ഞാനിതൊക്കെ കേട്ടിട്ട് വല്ലാതെ ബേജാറായിപ്പോയി. എൻ്റെ ഈ സാമവേദം ഇതിനോടൊപ്പം നിൽക്കുമോ? ഇതുപോലെ തന്നെ വേറൊരു പാട്ടിൻ്റെ ട്യൂണുണ്ട്, അത് പിന്നീട് എഴുതണം. ഈ പാട്ടാണ് ഇന്ന് റെക്കോർഡ് ചെയ്യുന്നത്. ഞാൻ വല്ലാതെ സങ്കടപ്പെട്ടു. കാര്യം അദ്ദേഹത്തിൻ്റെ പദപ്രയോഗങ്ങളുണ്ടല്ലോ,
നീ ബ്രഹ്മപക്ഷത്തിൻ്റെ കാതലാണ് അയ്യപ്പൻ എന്നൊക്കെ പറഞ്ഞൊരു പദപ്രയോഗമൊക്കെ ഒരു പാട്ടിലുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് ഇതിനോടൊപ്പമാണോ ഈ 2 പാട്ട് എന്നോർത്ത് വല്ലാതെ വേവലാതിപ്പെട്ടു. ഞാൻ ഉടനെ ഈ പാട്ട് കൊടുത്തു. ശ്രീകുമാരേട്ടൻ്റെ കാല് തൊട്ട് വന്ദിക്കുന്നതിന് മുമ്പേ മഹാകവി എസ് രമേശൻ നായരുടെ കാല് തൊട്ട് വന്ദിച്ചിട്ട് എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈ എൻ്റെ നെറുകിലിങ്ങനെ വച്ചു, മിടുക്കനായി വരും എന്ന് പറഞ്ഞു. ആ അനുഗ്രഹം കിട്ടിയതുകൊണ്ടാവണം ആ പാട്ട് നന്നായത്. അദ്ദേഹം അങ്ങനെ 2 പാട്ട് മറ്റൊരു കവിക്ക് കൊടുത്ത ചരിത്രമേ കാസറ്റ് രംഗത്തില്ല. എല്ലാ കാസറ്റുകളിലും നോക്കിയാൽ അറിയാം, സമ്മതിക്കില്ല അദ്ദേഹം. അപ്പോൾ ആ 2 പാട്ട് അദ്ദേഹം വായിച്ചു നോക്കിയിട്ട് എല്ലാ പ്രയോഗങ്ങളും അസലായിട്ടുണ്ട് കേട്ടോ മോനെ എന്ന് പറഞ്ഞു. അതെനിക്ക് വലിയ സന്തോഷം തോന്നി. അപ്പോൾ MG ശ്രീകുമാർ പിന്നീട് പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ രമേശ് നായർ സാർ പറഞ്ഞില്ലേ കൊള്ളാമെന്ന്, അപ്പോൾ ഇനി ശരിയാവും എന്ന് പറഞ്ഞു. ആ പാട്ട് കേരളം മുഴുവൻ അലയടിച്ചു. സമവേദം നാവലുണർത്തിയ സ്വാമിയെ മഹാകവിയോടൊപ്പം കൂടെ എഴുതാൻ കഴിഞ്ഞ 2 പാട്ട്. ശ്രീകുമാരേട്ടൻ്റെ ഉദാരമായ സ്നേഹം, വാത്സല്യം. പാട്ട് ഇല്ലാതെ ഹിറ്റായി കഴിഞ്ഞിട്ട് ഞാൻ ശബരിമലയിൽ പോകാൻ മാലയിട്ടതിന് ശേഷം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട്. കാര്യം ഒരു 500 രൂപ ഉണ്ടെങ്കിൽ പോകാം ശബരിമലയിൽ. പക്ഷേ 500 രൂപ തികച്ചെടുക്കാനാവാത്ത ഒരു കാലമാണത്. അതായത് എൻ്റെ ആദ്യ സിനിമ ഇറങ്ങുന്നതിന് മുമ്പുള്ള കാസറ്റിലൊക്കെ 10-300 രൂപ പോലും തികച്ച് കിട്ടാത്ത, പാട്ടെഴുത്ത് മാത്രം ജീവിതോപാധിയായി മാറിയ ഒരാളുടെ വല്ലാത്ത ദാരിദ്ര്യം അന്ന് പിടിപെട്ടിരുന്നു. അച്ഛനോട് ചോദിക്കാനാവില്ല, മറ്റാരോടും ചോദിക്കാനാവില്ല. ആ സമയത്ത് ഞാൻ എൻ്റെ മാലയും ഇട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ശയനപ്രദക്ഷിണം നടത്തണ്ടേ, പാട്ട് അലയിടിക്കുകയാണ്. ആ സമയത്ത് മലയ്ക്ക് പോകുന്നതിൻ്റെ തലേ ദിവസവും എനിക്ക് ആ പൈസ തികഞ്ഞില്ല. ഞാൻ ആ മാല ഊരി ദേഷ്യം കൊണ്ട് ഇങ്ങനെ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. അതൊരു കുറുന്തോട്ടിയുടെ ഒരു ചെടിയിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. അത് പിന്നീടാണ് മനസ്സിലായത്. കാരണം അന്ന് വൈകിട്ട് എറണാകുളത്ത് വെച്ച് MG ശ്രീകുമാറിനെ കാണുകയാണ്. അദ്ദേഹം മറ്റൊരു പാട്ടിൻ്റെ കാര്യം പറഞ്ഞതിനിടയ്ക്ക് എനിക്ക് ശബരിമലയിൽ പോകുന്നതിനേക്കാൾ ഇരട്ടിയിലേറെ പൈസ കയ്യിൽ വെച്ച് തന്നിട്ട് പറയുകയാണ്, തനിക്കന്ന് പാട്ട് എഴുതിയിട്ട് പൈസ കിട്ടില്ലല്ലോ, ഇന്നാ എന്ന് പറയും. ആ പൈസ ചോദിക്കാൻ പോലും നിൽക്കാതെ ഞാൻ ഓടിപ്പോന്നു ഇങ്ങോട്ട്. അപ്പോൾ എനിക്ക് ആ പൈസ കയ്യിൽ വെച്ച് തന്നിട്ട് അത് അയ്യപ്പൻ തന്നതുപോലെയാണ് തോന്നിയത്. അപ്പം ഞാൻ പെട്ടെന്ന് തപ്പി നോക്കണം, മാലയില്ല. അന്നത്തെ ആ ദേഷ്യം കാരണം, അല്ലെങ്കിൽ അന്നത്തെ ആ അറിവില്ലായ്മ കാരണം ആ മാല പോലും ഞാൻ വന്നില്ല, പൈസ ഇല്ലല്ലോ അയ്യപ്പ, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഭക്തൻ എല്ലാ സ്വാതന്ത്ര്യത്തോടെയും ഭഗവാനോട് കാണിക്കാവുന്ന പിണക്കങ്ങളും പരിഭവങ്ങളും തീർത്തതാണ് ആ മാല. ഞാൻ ഓടിപ്പോയിട്ട് എൻ്റെ അച്ഛൻ നടത്തുന്ന ഡിസ്പെൻസറിയുടെ അടുത്ത് വെച്ചാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആ പറമ്പിൽ മുഴുവൻ അന്വേഷിക്കുകയാണ്. ആ മാല നിലത്ത് തൊടാതെ ഒരു കുറുന്തോട്ടിൽ കമ്പ്, കുറുന്തോട്ടി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ വിരലിൻ്റെ നമ്മുടെ കൈയുടെ പകുതിയേ ഉള്ളൂ, അത്ര പൊക്കമുള്ള ചെടിയാണ് ഈ കുറുന്തോട്ടി. ഈ ജലദോഷപ്പനിക്കൊക്കെ കഷായം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സസ്യമാണല്ലോ. ആ കുറുന്തോട്ടി കമ്പിൽ തൂങ്ങിക്കിടക്കുകയാണ്. ആ കുറുന്തോട്ടി തന്നെ അയ്യപ്പനായിട്ട് എനിക്ക് തോന്നി ആ സമയത്ത്. കുറുന്തോട്ടി ഈ മാല ധരിച്ചിരിക്കുകയാണ്. ആ കുറുന്തോട്ടി സാക്ഷാൽ അയ്യപ്പനെ പോലെ അനേകായിരം കുറുന്തോട്ടികൾക്കിടയ്ക്ക് ഒരു കുറുന്തോട്ടി അയ്യപ്പനായി എനിക്ക് തോന്നി. ഞാൻ ആ അയ്യപ്പനോട് തന്നെ ആ മാല ചോദിച്ചിട്ട് മേടിച്ചിട്ട് ശബരിമലയിലേക്ക് പോവുകയാണ്. പമ്പയിലെത്തിയപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച, ഒരു പാട്ടും കേൾക്കുന്നില്ല, ഈ പാട്ട് മാത്രമാണ് അലയടിക്കുന്നത്. ഈ പാട്ട് നിറച്ചിങ്ങനെ അലയടിച്ച് ഞാൻ വളരെ ഭയഭക്തി ബഹുമാനത്തോടെ അയ്യപ്പനെ മാത്രം ഓർത്ത് ശബരിമലയിലെത്തി ശയനപ്രദക്ഷിണം നടത്തി. ഞാനിപ്പോൾ ആലോചിക്കുകയാണ്, ഞാൻ ശയനപ്രദക്ഷിണം നടത്തി 2-3 വർഷം കഴിഞ്ഞപ്പോൾ ശയനപ്രദക്ഷിണം തന്നെ ശബരിമലയിൽ നിർത്തിയിരിക്കുകയാണ്. എനിക്ക് വേണ്ടി കൂടി 2-3 വർഷം കാത്തിരുന്നത് പോലെ ആ വഴിപാടൊക്കെ കുറച്ച് കാലം കഴിഞ്ഞ് നിർത്താം, ഒരുത്തൻ്റെ ആഗ്രഹം കൂടെ സാധിക്കട്ടെ എന്ന് പറഞ്ഞ് അയ്യപ്പൻ നീട്ടിവെച്ചതുപോലെ തന്നെ തോന്നി. കാര്യം 3-4 വർഷമായി ശയനപ്രദക്ഷിണം നിർത്തണം എന്ന് ദേവസ്വം ബോർഡിൻ്റെ തീരുമാനങ്ങൾ നീണ്ടുപോയതുപോലും എന്നെ പോലൊരു സാധാരണക്കാരന് അവൻ്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയാണെന്ന് വിചാരിച്ചിട്ടുണ്ട്. അയ്യപ്പസ്വാമിയുടെ അപാരമായ കാരുണ്യം. ഓരോ ഘട്ടത്തിലും ശ്രീകുമാരേട്ടൻ എന്നെ അങ്ങനെ വൈകാരികമായി പിന്തുണച്ചിട്ടുണ്ട്. പാരമ്പര്യമായി എനിക്ക് കിട്ടിയ വിക്ക് എൻ്റെ കുഞ്ഞിനെ സങ്കടപ്പെടുത്തിക്കളയും, അപമാനിതനാക്കും, നാണം കെടുത്തിക്കളയും എന്ന് ഉറപ്പിച്ചുകൊണ്ട് എൻ്റെ അച്ഛൻ വിയർത്ത് മുമ്പിൽ ഇരിക്കുകയാണ്. അച്ഛൻ്റെ കണ്ണിൽ നിന്നും ഇങ്ങനെ നിറച്ച് കണ്ണുനീര് ഒഴുകുന്നുണ്ട്.
എൻ്റെ കുഞ്ഞ് ഇപ്പോൾ അപമാനിതനാകാൻ പോവുകയാണ്. ആ സമയത്ത് മൈക്കിന് മുമ്പിൽ നിന്നുകൊണ്ട് എനിക്ക് അവസരം നൽകിയ രാജൻ ചേട്ടനോടും ഈ നാടകത്തെക്കുറിച്ചും എൻ്റെ മുമ്പിൽ എന്നെ ചേർത്ത് പിടിച്ച് 4 വയസ്സിൽ അമ്മ നഷ്ടപ്പെട്ടതിന് ശേഷം എന്നെ വളർത്തിയ എൻ്റെ അച്ഛനോട് നന്ദി പറഞ്ഞു വിക്കില്ലാതെ ആദ്യമായി സംസാരിച്ചു.